ഇക്ബാൽ അറക്കൽ കൂടിയുണ്ട് പാലക്കാട് നിന്ന്. ഇക്ബാൽ, ഇപ്പോൾ ഒളിയിടം വിട്ട് പുറത്തിറങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് താൽക്കാലികമായി ഈ കോടതി വിധി വന്നതോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയുള്ള ആകാംക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ പാലക്കാട്ടേക്ക് എത്തുമോ എന്നുള്ളതാണ്. പാലക്കാട്ടെ MLA ആണ്. അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷേ BJPയുടെയും CPIMന്റെയും ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ എത്തിയാൽ. തീർച്ചയായും ആര്യ, കാരണം കഴിഞ്ഞ തവണ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ദിവസം പത്തനംതിട്ടയിലെ വീട്ടിലായിരുന്നു രാഹുൽ. പിന്നീട് പാലക്കാട്ടേക്ക് എത്തുന്ന സമയത്ത് രാഹുലിന് വലിയ രീതിയിലൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇവിടെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുലിനെ സ്വീകരിക്കുന്നതിനും പിന്നീട് രാഹുലുമായി പല രീതിയിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും എല്ലാം അവർ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ ഇനി വരികയാണെങ്കിൽ പാലക്കാട്ടേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ രാഹുൽ എത്രത്തോളം ഇവരെല്ലാം രാഹുലിനൊപ്പം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കാണുക തന്നെ വേണം. ഏതായാലും രാഹുൽ ഒരു പക്ഷേ നാളെ പാലക്കാട്ടേക്ക് എത്തുകയാണെങ്കിൽ പാലക്കാട് വോട്ടെടുപ്പിന് ഉൾപ്പെടെ രാഹുൽ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 24-ാം വാർഡിലെ 2-ാം നമ്പർ ബൂത്തായിട്ടുള്ള പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുള്ളത്. ഒരുപക്ഷെ രാഹുൽ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാടാങ്കോടുള്ള ഓഫീസിലാണ്. ഈ ഓഫീസിൽ കഴിഞ്ഞ 13 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന രാഹുൽ ഒളിവിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. രാഹുൽ ഒളിവിലല്ല എന്നുള്ളതാണ് അഭിഭാഷകർ ഉൾപ്പെടെ കോടതിയിൽ പറയുന്നത്. പക്ഷേ പാലക്കാടോ അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ആർക്കോ രാഹുലെ എവിടെയാണ് എന്നതിന് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. രാഹുലിന്റെ MLA ഓഫീസിലെ ഈ 2 ജീവനക്കാർ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ MLA ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഏതായാലും രാഹുൽ എത്തുമോ എന്നൊരു ചോദ്യമാണുള്ളത്. ഇപ്പോൾ ഏതായാലും കോടതിയിൽ നിന്നൊരു ജാമ്യം അനുകൂലമായി വന്നിരിക്കുന്നു. രാഹുൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ MLA എത്തുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 13 ദിവസം എപ്പോഴെങ്കിലും അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുക എന്തെങ്കിലും ചെയ്തു? എവിടെയാണെന്ന് അറിയതും ഒരു അറിവ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അറിവില്ല. ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ വാർത്ത വന്നതുള്ളൂ. അതിനുശേഷം യാതൊരു അറിവും ലഭിച്ചിട്ടില്ല, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇവിടെയാണ് വോട്ട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ പാലക്കാട് നഗരസഭയിൽ 24-ാമത്തെ വാർഡിൽ ആണ് അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സെന്റ് സെബാസ്റ്റ്യൻ. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് പാലക്കാട് MLA ഓഫീസിൽ നിന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. 13 ദിവസമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ MLA ഓഫീസിലേക്ക് എത്തിയത്. എന്തായാലും താൽക്കാലികമായ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നതിന് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങാം, ഒളിയിടം വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നാളെ വോട്ട് ചെയ്യാൻ പാലക്കാടേക്ക് എത്തുമോ എന്നുള്ളതാണ് വലിയ ആകാംക്ഷയായി നിലനിൽക്കുന്നത്.